ഇടാ ഈ ഫാൻ ഇട്ട് തന്നിട്ട് എന്തിനാടാ പൊന്നാരെ? നീ വന്ന് ഇവിടെ കയറി കിടന്നോ. വാ കള്ളപ്പനുണ്ണി, നീ വാ, നീ പോയി ഇവിടെ കയറി കിടന്നോ. ആരാടാ ഇത് നിരത്തിയത്? നീയാ? ഓ, കൂളർ വെച്ചേക്കുന്നതിൻ്റെ കേട്ടോ. എന്താ രസം എന്താ. ഇത്ര നേരം ആ നിലത്ത് ഇതിൻ്റെ അടിയിൽ കിടന്നവനാ ഞാൻ. അപ്പുറം ഫാനിട്ട് കൊടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവന് ഞങ്ങൾ റൂമിലില്ലാത്തതുകൊണ്ട് പെരയ്ക്കകത്തില്ല, ഞങ്ങൾ പുറത്തായിരുന്നു കേട്ടോ. അതുകൊണ്ട് അവന് ഈ റൂമിൽ കയറി പമ്മിക്കൂടിയിരുന്നു. എന്നിട്ട് ഇപ്പം ഞാൻ ഈ കൂളർ വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പം കക്ഷി കിടക്കുന്ന കിടപ്പ് കണ്ടോ. എന്താ നെകളം. ആ എന്തോ ഇത് ചിരിച്ച് ചിരിച്ച് മക്കണ്ടിയ നീ അമ്മയുടെ ചുറ്റാണ്ടിയാ. അവള് പൂപ്പിയുടെ അടുത്ത് പോയി. അവൾ പമ്മി കൂടി കതകിനടുത്ത് വന്ന് നിന്നു. മമ്മി എന്നെ ഒന്ന് വിടുവോന്നും ചോദിച്ചോണ്ട്. അപ്പം അങ്ങനെ വിട്ടു. കൊച്ചു പോകുന്നുണ്ടോ? കൊച്ചു പോകുന്നുണ്ടോ? പൊത്തു പോകുന്നുണ്ടോ? പൊത്തു പോകുന്നുണ്ടോ? പൊത്തു പോകുന്നുണ്ടായിട്ടേ അത് മാത്രം നന്നായിട്ട് അറിയാം. അതേ പോണു. എന്നാ പറഞ്ഞു പൂപ്പി? എങ്ങോട്ടാണ്? പൂപ്പി ബെഡ്റൂമിലോട്ട് കയറിപ്പോയോ? ഒരാവശ്യവും ഇല്ലാതിരുന്നപ്പോൾ ഉണ്ടാക്കിയ പിസ്സ റെഡിയായി. നല്ല ചൂട് പിസ്സ. ഞാനിങ്ങനെ ഈ ചട്ടിയുടെ മേളിലാട്ടോ വെച്ചേ. ഇതേ കണ്ടോ. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഉരുട്ടണ സാധനമൊന്നുമില്ല, കട്ട് ചെയ്യുന്നത്. നമുക്കിത് അല്ലാതെ കട്ട് ചെയ്യാം കേട്ടോ. ആഹാ, ബ്രെഡല്ലേ, വിട്ടു പോന്നോളൂ. ഇത്തിരി ഒറിഗാനോ ഇടുവാണേ. ഓക്കെ, കഴിച്ചു നോക്കാം. നല്ല ചൂടാട്ടോ. നല്ല ടേസ്റ്റാണേ. നല്ല കരിമുരുന്നിരിക്കുന്ന ബ്രെഡ്. അതിൻ്റെ അടിവശം നല്ല ക്രിസ്പിയായി. ആ കുറുകാനോടെയും ചിക്കൻ ഫ്രൈഡ് ഒക്കെ ടേസ്റ്റ്. പക്ഷെ വലിഞ്ഞില്ല. ആട്ടെ, ഒരുപാട് ചീസ് ഇടാത്തോണ്ടറിയോ. അതാട്ടോ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ശരിക്കും ചീസ് മേടിച്ച് വെച്ചാൽ മതിയല്ലോ.
അല്ലടി പെണ്ണേ, ആ ഫ്രീസറില. അത് ചക്കപ്പഴത്തിൻ്റെ, മറ്റേത് ഈ സൈഡിലിരിക്കുന്നു.